ഇന്ന് കോർപ്പറേറ്റ് റെഗുലേഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനീസിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് പഠിക്കുന്നത്. രണ്ട് കമ്പനികളെ കുറിച്ച് പഠിക്കാനുള്ള ടു ഫോംസ് ഓഫ് ഓർഗനൈസേഷന് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് നിധിയാണ്. നിധി എന്താണെന്ന് നോക്കാം. നിധി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് വിത്ത് എ ഒബ്ജക്റ്റ് ഓഫ് കൾട്ടിവേറ്റിംഗ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. അത് നിധി എന്ന് പറയുന്നതും 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് പ്രത്യേകിച്ച് ഇത് ഫോം ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷനാണ് നിധി എന്ന് പറയുന്നത്. അതായത് ഇതിലൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ മെമ്പേഴ്സ് ആഴ്ചയിലോ മാസത്തിലോ ഒരു തവണ കൂടിയിട്ട് അവരുടെ സേവിങ്സ് എന്ത് ചെയ്യുക, അവരെ എടുത്ത് സേവിങ്സ് എന്ന് പറയുന്ന ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ സേവിങ്സ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയി കഴിഞ്ഞാൽ അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തിക പരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ അയൽക്കൂട്ടം അല്ലേ, അയൽക്കൂട്ടത്തിൽ എല്ലാ സ്ത്രീകളും ആഴ്ചയിലൊരു ദിവസം മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്തൊരു ഫണ്ട് അവർ ഷെയർ ചെയ്യുന്നു. ആ ഫണ്ട് ഒരു പർട്ടിക്കുലർ ഫിഗർ ആയിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യുക, ലോൺ കൊടുക്കാം. അതുപോലെ തന്നെ ആ ഫണ്ട് ലോൺ ആവശ്യമില്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മുടെ കേരളത്തിൽ ഒരു കുടുംബശ്രീൻ്റെ കീഴിലാണ് വരുന്നത്. എന്നാൽ ഇത് കമ്പനീസ് ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അതിൻ്റെ പേരാണ് നിധി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് റിസീവിങ് ഡെപ്പോസിറ്റ്സ് ഫ്രം ആൻഡ് ലെൻഡിങ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി ഫോർ ദെയർ മ്യൂച്വൽ ബെനിഫിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ് വിച്ച് കംപ്ലൈസ് വിത്ത് such rules are prescribed in the central government for the regulation of such classes of the company and section 406. അപ്പോൾ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയൽക്കൂട്ടത്തിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു സംഘം രൂപീകരിക്കുന്നു. ആ സംഘം മാസത്തിലോ അല്ലെങ്കിൽ വീക്കിലോ ഒരുമിച്ചിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്ത ഒരു വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ തന്നെ ലോൺ കൊടുക്കാം. അതൊന്നും അവരിൽ നിന്ന് വളരെ ചെറിയ തോതിലുള്ളൊരു ഇൻട്രസ്റ്റ് ഈടാക്കുന്നു. അല്ലെങ്കിൽ ഈ ഫണ്ട് അവർക്ക് ആ രീതിയിൽ ആവശ്യമില്ലെങ്കിൽ ഒരു സ്ഥാപനം അതോ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യലോ പ്രൊഡ്യൂസിങ്ങോ എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ നിധി എന്ന് അർത്ഥമാക്കുന്നത്. ഇനി പറയുന്നത് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. അതായത് എനി പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഇൻറ്റൻഡിങ് ടു ബി രജിസ്റ്റർഡ് ആസ് എ ലിമിറ്റഡ് കമ്പനി ഫോർ ദ ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. ക്യാൻ അപ്ലൈ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടും ഈ ആക്ട് പ്രകാരം നമ്മൾക്ക് ഫോം ഓർഗനൈസ് ചെയ്യാം. അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. ഇനി ഇതിൽ ശരിക്കും നമ്മളെ പാഠഭാഗത്ത് പറയാത്ത കുറേ കമ്പനികളുണ്ട്. നമുക്കത് സിലബസ് പ്രകാരം പഠിക്കാനില്ല. ഓക്കെ, ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് സെക്ഷനിൽ 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് 100% ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എന്താണ് കോർപ്പറേറ്റ് വെയിൽ? ഈ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടുപടം, അതായത് ഒരു കർട്ടൻ. ഒരു കോർപ്പറേറ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മനസ്സിൽ വിചാരിക്കുക, അതിൻ്റെ മുകളിലുള്ള ഒരു കർട്ടൻ. അതിൻ്റെ പിറകിലായിരിക്കും ആരുണ്ടായിരിക്കുക? ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, കമ്പനി എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, കോമൺ സീലാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം, കമ്പനിക്ക് കേസ് കൊടുക്കാം. അങ്ങനെയൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് കമ്പനി എന്നുണ്ട്. അപ്പോൾ കമ്പനി ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ കമ്പനിയാണ് ഉത്തരവാദി, അല്ലാതെ കമ്പനീൻ്റെ മെമ്പേഴ്സ് അല്ല എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് അർത്ഥമാക്കുന്നത്. നോക്കാം. എ ലീഗൽ കോൺസെപ്റ്റ് ദാറ്റ് സെപ്പറേറ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് എ കോർപ്പറേഷൻ ഫ്രം ദ പേഴ്സണാലിറ്റീസ് ഓഫ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കുന്ന ഒന്നാണ് കമ്പനി. എന്നാൽ ശരിക്കും കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അല്ലേ. ആൻഡ് ടു പ്രൊട്ടക്ട് ദം പേഴ്സണലി ലേബിൾ ഫോർ ദ കമ്പനീസ് ഡെപ്റ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ. അപ്പോൾ കമ്പനീൻ്റെ ചില ബാധ്യതകളൊക്കെ കമ്പനിയാണ് നോക്കേണ്ടത്, അതല്ല അതിൻ്റെ മെമ്പേഴ്സ് അല്ല.
ഓക്കെ. അപ്പോൾ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ നമുക്കൊരു ചോദ്യം മുന്നിൽ വരും. അപ്പോൾ കമ്പനി എന്തെങ്കിലും അൺലോഫുൾ ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനീൻ്റെ പേരിൽ എന്തെങ്കിലും അൺലോഫുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയല്ല ഉത്തരവാദിത്വം പറയുന്നത്. എന്നാൽ കമ്പനി എന്താണ്, ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഉപയോഗിച്ചിട്ട് ആരായിരിക്കും? കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ആ ലീഗൽ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യാനുണ്ട്? മിസ്യൂസ് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനീൻ്റെ പേര് പറഞ്ഞ് പല രീതിയിലുള്ള ഫ്രോഡും ചെയ്യുക. കാരണം എന്താണ്, കമ്പനിയല്ല ഉത്തരവാദിയാവേണ്ടത് എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ അത് പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കർട്ടനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. അതായത് ലീഗൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണത്. പക്ഷേ ചില സമയങ്ങളിൽ ആരെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ഇടപെട്ടിട്ട് ഈ കർട്ടൻ എല്ലാം അങ്ങോട്ട് പൊന്തിക്കും. എന്നിട്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്ത ഷെയർ ഹോൾഡേഴ്സിനെയും ഡയറക്ടറെയൊക്കെ പൊക്കി ജയിലിലിടും. അതിന് പറയുന്ന പേരാണ് എന്ത്, ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂടുപടത്തിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഒരു പിക്ചറിൽ അത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് കോൺസെപ്റ്റ് എന്താണെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇൻ ദ ഐസ് ഓഫ് ലോ, നിയമത്തിന്റെ കണ്ണിൽ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ, ഒരു നിയമപരമായ വ്യക്തി. നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ് ആര്, കമ്പനി. വിത്ത് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, ആ കമ്പനിക്ക് പൈസ മുടക്കിയ ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ലീഗൽ എൻറ്റിറ്റിയാണ് ആര്, കമ്പനി എന്ന് പറയുന്നത്. In essence, it means that there is a veil or a curtain separating the legal entity of the company and its members or shareholders. അപ്പോൾ കമ്പനി വേറെയാണ്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും വേറെയാണ്. അങ്ങനെ വേർതിരിച്ചിരിക്കുന്ന ആ കർട്ടനെ പറയുന്ന പേരാണ് വെയിൽ. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, കമ്പനി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ആരാ ഉത്തരവാദി? കമ്പനിയാണ്. ആരല്ല? മെമ്പേഴ്സ് അല്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ ചിലപ്പം ഈ മെമ്പേഴ്സ് മിസ്യൂസ് ചെയ്തിട്ട് കമ്പനി ഉപയോഗിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്യും. അങ്ങനെ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആര് വരും? കോടതി ഇടപെട്ടിട്ട് ആ കർട്ടൻ ഒഴിവാക്കും. കർട്ടൻ ഒഴിവാക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള മെമ്പേഴ്സിനെ പൊക്കും. അങ്ങനെ പൊക്കുന്നതിൻ്റെ പേരാണ് ലിഫ്റ്റിംഗ് ദ വെയിൽ എന്ന് പറയാം. ഓക്കെ, നോക്കുക. വെൻ എനി ഫ്രോഡുലന്റ് ഓർ ഡിസോണസ്റ്റ് യൂസ് ഈസ് മെയ്ഡ് ഓഫ് ദ ലീഗൽ എൻറ്റിറ്റി, ഈ ലീഗൽ എൻറ്റിറ്റി എന്തെങ്കിലും ഡിസോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കൺസേൺഡ് വിൽ നോട്ട് ബി അലൗഡ് ടു ടേക്ക് ദ ഷെൽട്ടർ ബിഹൈൻഡ് ദ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. അപ്പോൾ കോർപ്പറേറ്റിൻ്റെ ഈ കർട്ടൻ്റെ പിറകിലേക്ക് ആരും പോകാൻ പറ്റില്ല, അതിന് ഷെയർ ഹോൾഡേഴ്സിന് പോകാൻ പറ്റില്ല. The court will break through the corporate shell and apply the principles of, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്, ലിഫ്റ്റിംഗ് or piercing the corporate veil. അപ്പോൾ ഈ ഒരു കർട്ടൻ്റെ സഹായത്തിൻ്റെ പിറകെ ബാക്കിൽ നിന്നാണല്ലോ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ചെയ്തിരുന്നത്. അത് കോടതി ഇടപെട്ടിട്ട് പൊക്കിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ലിഫ്റ്റിംഗ് ഓർ പിയർസിംഗ് എന്നാണ് കേട്ടോ. പിയർസിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. ദ കോർട്ട് വിൽ മേക്ക് ദ മെമ്പേഴ്സ് ഓർ കൺട്രോളിംഗ് ദ പേഴ്സൺസ് ലേബിൾ ഫോർ ദ ഡെപ്റ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ പേരിൽ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ ആ കോർപ്പറേറ്റ് വെയിൽ, ആ കർട്ടനുണ്ട് മാറ്റിയിട്ട് അതിനാരാണോ ഉത്തരവാദി അവരെ കോടതി ശിക്ഷിക്കും. അതിന് പറയുന്ന പേരാണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടായിരിക്കും, ഇതാണ് കോർപ്പറേഷൻ, ഇതാണ് കോർപ്പറേറ്റ് വെയിൽ. അതായത് ഇത് കമ്പനിയാണ്, ഇത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കർട്ടൻ ആര് മാറ്റും? കോടതി ഇടപെട്ട് മാറ്റും. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ആൾക്ക് ഒരു സ്യൂട്ട് ഇവർക്കെതിരെ ചെയ്യുക. അപ്പോൾ ഈ സാധനം മേലോട്ട് ഉയർത്തും. ഓക്കെ, അതായത് കമ്പനീൻ്റെ പേരിൽ ഉടായ്പ നടക്കില്ല എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത്. ഇത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഞങ്ങളല്ലല്ലോ കമ്പനിയല്ലേ ചെയ്തതൊന്നും പറയാനേ പറ്റില്ല. ഓക്കെ, ഇത് കണ്ട ലിഫ്റ്റിംഗ് ഓർ പിയർസിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. ഇവിടെ കണ്ട ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ, ഈ കർട്ടൻ ഇങ്ങോട്ട് പൊന്തിക്കും. ഇവിടെ ഈ കർട്ടൻ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ പിറകെ മുന്നിലാണ് കോടതി എന്നാണ് നമ്മളെ കോർപ്പറേഷൻ ഉള്ളത്. കണ്ട ഇവർ തെറ്റുകൾ ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്യും? സിമ്പിളായിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കോടതിയിലെ ജഡ്ജിമാർ എന്നുണ്ട് ഈ കർട്ടൻ അങ്ങ് പൊന്തിക്കും. അങ്ങനെ പൊന്തിക്കുന്നതിനെ പറയുന്നതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇനി അത് ഒരു സിമ്പിൾ ടേമിൽ കൂടി ഞാൻ പറയുന്നുണ്ട്. ദ ടേം കോർപ്പറേറ്റ് വെയിൽ മീൻസ് ലുക്കിംഗ് ബിഹൈൻഡ് ദ കമ്പനി. കമ്പനീൻ്റെ പിറകിലേക്ക് നോക്കുക. കമ്പനീൻ്റെ പിറകിലേക്ക് നോക്കുമ്പോൾ കമ്പനീൻ്റെ മുന്നിൽ എന്തുണ്ട്? ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നൊരു കർട്ടൻ ഉണ്ട്.
ആ കർട്ടൻ ഇങ്ങോട്ട് എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ കാണും. ഷെയർ ഹോൾഡേഴ്സാണ് ഈ കാര്യങ്ങൾ ചെയ്തത്, അപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാം. ആസ് എ ലീഗൽ പേഴ്സൺ ദാറ്റ് ഈസ് ഡിസ്ഗ്രേഡ് ചെയ്യുക, അതായത് പരിഗണിക്കാതെ അത് കോർപ്പറേറ്റ് എൻറ്റിറ്റീനെ എന്ത് ചെയ്യും, അവർക്ക് കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള പരിഗണന അങ്ങോട്ട് അവർ അവഗണിക്കും. ആരെ? കോടതി. നിങ്ങൾക്ക് ഇനി ആ ലീഗൽ സ്റ്റാറ്റസ് ഞങ്ങൾ തരില്ല എന്ന് പറയും. ആൻഡ് പേയിങ് ദ റിഗാർഡ് ഇൻസ്റ്റെഡ് ടു ദ റിയാലിറ്റീസ് ബിഹൈൻഡ് ദ ലീഗൽ ഫസാഡ്. ഇൻ അതർ വേർഡ്സ്, വേറെ ഫ്രോഡിലൻ്റ് ഓർ ഡിസോണർ. ഫസാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖത്തിലുള്ള കർട്ടൻ കൊണ്ട് മാറ്റും, അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ആളുകളെ പിടിക്കപ്പെടും. ഓക്കെ. Where the fraudulent or dishonest use made in the legal entity, the individual concerned will not be allowed to take shelter behind the corporate personality. In this regard, the court break through the corporate shell and apply the principles of lifting or piercing through the corporate veil. അപ്പോൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കർട്ടൻ്റെ ആ ഒരു ഇത് പ്രൊട്ടക്ഷന് കിട്ടില്ല, ഇവരെന്ത് തെറ്റ് ചെയ്തത്. അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും, കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ, കമ്പനിയും ഷെയർ ഹോൾഡറും വ്യത്യസ്തരല്ലേ, അപ്പോൾ കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യസ്തമാക്കുന്ന ആ ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ ഡിവൈഡറാണ്. അപ്പോൾ ആ ഡിവൈഡർ ഉപയോഗിച്ചുകൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈഡറിന് എടുത്തുകൊണ്ട് ഒഴിവാക്കും ആര്? കോർട്ട്. അങ്ങനെ എടുത്ത് ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, കോർപ്പറേറ്റ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് കോടതി ഇടപെട്ടിട്ട് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത്? അണ്ടർ ദ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ, ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, അതായത് എന്തെങ്കിലും ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന കമ്പനിയെങ്കിലും കമ്പനിക്കെതിരെ കേസ് പോകും. അപ്പോൾ കമ്പനി ഡയറക്ടർ ആരാണോ അയാൾ അതിന് ഉത്തരം പറയേണ്ടി വരും. ഓക്കെ. അടുത്ത പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്, അതായത് ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഫ്രോഡായിട്ട് ബിസിനസ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ഡയറക്ടറെ പൊക്കും. ഡയറക്ടർ മാറിക്കെ ഞാൻ കമ്പനി വ്യത്യസ്തനാണെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണ്, ഈ പ്രൊട്ടക്ഷൻ ഓഫ് വെയിൽ എടുത്ത് കോടതി ഒഴിവാക്കും. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് ദ കമ്പനിക്ക് ചിലപ്പോൾ മറ്റു നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രു രാജ്യത്തിനോട് അനുകൂലമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ലിഫ്റ്റ് ചെയ്യും. പിന്നെ കമ്പനി ആസ് ആൻ ഏജന്റ് ഓർ ട്രസ്റ്റി ഓഫ് ദി ഷെയർ ഹോൾഡർ, നമുക്കറിയാം ഷെയർ ഹോൾഡറെ ഒരു ട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമത്താണെങ്കിലും ഇതെടുത്ത് ഒഴിവാക്കും. പിന്നെ അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ രജിസ്ട്രേഷൻ, നമുക്കറിയാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പഠിച്ചാണ്. ആ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും അവർ ചെയ്യുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ലിഫ്റ്റിങ്ങും. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ദ പബ്ലിക് പോളിസി, ചില പബ്ലിക്കിനെതിരായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും കോടതി ഇടപെട്ടിട്ട് അവരുടെ ഈ പ്രൊട്ടക്ഷന് ഒഴിവാക്കും. ഇതാണ് ഒരു സ്റ്റാറ്റസ്. കമ്പനി ആസ് എ ഏജന്റ് ഓർ ട്രസ്റ്റി ഓഫ് ദി ഷെയർ ഹോൾഡർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും കോർപ്പറേറ്റ് വെയിൽ എടുത്ത് ഒഴിവാക്കും. ഇനി പറയുന്നത് അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്, അതായത് പണിഷ്മെന്റ് ഫോർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ബൈ ഫർണിഷിംഗ് ഫാൾസ് ഇൻഫർമേഷൻ, അതായത് ചില കമ്പനികൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കും, അല്ലെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഇതൊക്കെ ഓൾട്ടർ ചെയ്യുമ്പോഴൊക്കെ ഫാൾസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യം ലിഫ്റ്റ് ചെയ്യും. ഫ്രോഡലന്റ് അപ്ലിക്കേഷൻ ഫോർ ദ റിമൂവൽ ഓഫ് നെയിം, ചില ഫ്രോഡലന്റ് അപ്ലിക്കേഷൻസ് കൊടുക്കും കമ്പനിയിൽ ചില ഓൾട്ടറേഷൻസ് ഒക്കെ വരുന്നത്, അപ്പോഴും ഈ ഒരു ലിഫ്റ്റിംഗ് ഓഫ് വെയിൽ നടത്തും കോടതി. പിന്നെ ലയബിലിറ്റി ഫോർ ദ ഫ്രോഡലന്റ് കണ്ടക്ട് ഓഫ് ദ ബിസിനസ്, ഇപ്പോൾ ഫ്രോഡായിട്ട് ഇതിനൊരൊറ്റ അർത്ഥമുള്ളൂ, കമ്പനി വെനെവർ ദേ ഡു ദ ഫ്രോഡലന്റ് ആക്ടിവിറ്റീസ് that time കോടതി will lift the corporate way. ചില കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും സെപ്പറേറ്റ് ആണെന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മാറ്റിയിട്ട് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത് ആക്കുന്നതാണത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഡെഫിനിഷനിൽ കമ്പനീസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാലും അതിനെ റൺ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് മീറ്റിംഗ് കൂടുതൽ എന്നിട്ട് അവരുടെ ഡയറക്ടറെ, രണ്ട് ഡയറക്ടർമാർ, ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായിരിക്കും, ഒരു ഡയറക്ടർ ഉണ്ട്, ഇവരെന്തായാലും റെസ്പോൺസിബിൾ ആണ് കമ്പനീൻ്റെ എന്ത് തരത്തിലുള്ള കണ്ടക്റ്റിന്, എസ്പെഷ്യലി ഫോർ ദ മിസ്കണ്ടക്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതോടെ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ ഏകദേശം 100% തീർത്തു. ഡൗട്ടുള്ളവർ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.